എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ നമ്മളിൽ പലരും മറന്നുപോയ ഒരു ശീലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കടലാസിന്റെ മണവും മഷി പുരണ്ട വിരലുകളും പിന്നെ ആ കൈ അക്ഷരത്തിന്റെ ഒരു ഓർമ്മയുമൊക്കെയായി ബന്ധപ്പെട്ടൊരു കാര്യം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ അല്ലാതെ കൈകൊണ്ടെഴുതിയ ഒരു സന്ദേശം, ഒരു കത്ത്, അത് നിങ്ങൾക്ക് അവസാനമായി കിട്ടിയത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. ആ കാത്തിരിപ്പും അത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷവുമൊക്കെ. ഈ കയ്യെഴുത്തിന്റെ ഓർമ്മകളൊക്കെ ഒരുപാട് പഴയതായി തോന്നുന്നുണ്ടാവും, അല്ലേ? എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തില് ആ നല്ല ശീലത്തെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു ദിവസം തന്നെയുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിന്ന് നോക്കുന്നത്. അതെ, സെപ്റ്റംബർ മാസം 1-ാം തീയതി. ഈ ദിവസമാണ് ലോകമെമ്പാടും ലേഖന ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെയൊക്കെ ഈ തിരക്കട്ട ജീവിതത്തിനിടയിൽ എവിടെയോ കൈവിട്ടുപോയ ആ കത്തെഴുത്ത് എന്ന സംസ്കാരത്തെ ഒന്നോർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ദിവസം. അപ്പോ എന്താണ് ഈ ദിവസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം? വളരെ ലളിതമാണ്. എഴുതുക എന്ന ആ ഒരു പ്രവൃത്തിയുടെയും അതിലൂടെയുള്ള ആശയവിനിമയത്തിന്റെയും വിലയെന്താണെന്ന് നമ്മളെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അതുതന്നെയാണ് ലേഖനദിനത്തിന്റെ ഒരു കാതലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദിവസം എഴുത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തിനാണിങ്ങനെയൊരു പ്രത്യേക ദിവസം? വെറുമൊരു കൈയെഴുത്തിനു വേണ്ടി ഒരു ദിവസം തന്നെ വേണോ? ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സത്യത്തിൽ ഇതിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി, കൈയെഴുത്ത് കത്തുകൾ നമ്മുടെ ഒരു പൈതൃകമാണ്. ആ പാരമ്പര്യം സംരക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസാരത്തിലും ആശയവിനിമയത്തിലുമൊക്കെ കൂടുതൽ ആത്മാർത്ഥതയും ഒരു വ്യക്തിത്വവും കൊണ്ടുവരിക എന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമതായി, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലും എഴുത്ത് എന്ന സംസ്കാരം പൂർണ്ണമായി ഇല്ലാതായി പോകാതെ നിലനിർത്തുക. ഈ ലക്ഷ്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്? ആരാണ് ഇങ്ങനെയൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്? അതിനു പിന്നിലൊരു രസകരമായ കഥയുണ്ട്. അപ്പോ ഈയൊരു ആശയം ആദ്യമായി വരുന്നത് അങ്ങ് ജപ്പാനിൽ നിന്നാണ്. അവിടെ ഇതറിയപ്പെടുന്നത് തെഗാമീനോ ഹി എന്ന പേരിലാണ്. അതിന്റെ അർത്ഥം കത്തെഴുത്ത് ദിനം എന്നു തന്നെയാണ്. ശരി, ജപ്പാനിലാണ് തുടങ്ങിയത്. എന്നാലും എന്തുകൊണ്ട് സെപ്റ്റംബർ 1? ലോകത്ത് വേറെ ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ദിവസം തന്നെ ഇതിനായി തെരഞ്ഞെടുത്തത്? അതിന്റെ കാരണം കേട്ടാൽ ശരിക്കും രസം തോന്നും. ജപ്പാനീസ് ഭാഷയിൽ 9-ാം മാസം 1-ാം തീയതി, അതായത് 9-1, ആ ഒരു ഉച്ചാരണത്തിന് കത്ത് എന്നർത്ഥം വരുന്ന വാക്കിനോട് നല്ല സാമ്യമുണ്ട്. ആ ഒരു ഭാഷാപരമായ പ്രത്യേകത കൊണ്ടാണ് ഈ തീയതി അവർ തിരഞ്ഞെടുത്തത്. ഇന്ന് ജപ്പാനിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ദിവസം പല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. സ്കൂളുകളിലെ കുട്ടികളെക്കൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവർക്ക് കത്തുകൾ എഴുതിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകളൊക്കെ പ്രത്യേക പ്രചാരണ പരിപാടികൾ നടത്തുന്നു. അങ്ങനെ പല രീതിയിൽ ഈ സംസ്കാരത്തെ സജീവമായി നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ചരിത്രവും ജപ്പാനിലെ ആ രസകരമായ തുടക്കവുമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ കണക്കുകൾക്കൊക്കെ അപ്പുറം ഒരു കൈയെഴുത്ത് കത്തിന് അങ്ങനെ എന്താണ് ഇത്ര പ്രത്യേകത? എന്തുകൊണ്ടാണ് അത് നമ്മുടെ മനസ്സിനെ അത്രയധികം സ്പർശിക്കുന്നത്? നമുക്കതിന്റെ ആത്മാവിലേക്കൊന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. നോക്കൂ, വാട്സാപ്പും ഇമെയിലുമൊക്കെ സംശയമൊന്നുമില്ല, ഭയങ്കര വേഗതയും സൗകര്യവുമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് സന്ദേശങ്ങൾ അയക്കാം. പക്ഷെ ഒരു കൈയെഴുത്ത് കത്ത് നമുക്ക് തരുന്നത് അതൊന്നുമല്ല. അത് തരുന്നത് ഒരു ആത്മബന്ധമാണ്, ഒരു പേഴ്സണൽ ടച്ചാണ്. എഴുതുന്ന ആളുടെ സമയവും ശ്രദ്ധയും സ്നേഹവുമെല്ലാം ആ ഒരൊറ്റ കടലാസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാക്യം ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമായി മാറുന്നത്. നമ്മൾ എത്രയൊക്കെ ഡിജിറ്റലായി മുന്നോട്ടു പോയാലും ഒരാൾ നമുക്ക് വേണ്ടി സമയമെടുത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതി അയക്കുന്ന ഒരു കത്ത്, അത് നൽകുന്ന ആ ഒരു വൈകാരിക അടുപ്പത്തിന് പകരം വയ്ക്കാൻ ഒരുപക്ഷെ മറ്റൊന്നിനും കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ പഴയ കാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കത്തെങ്കിലും എഴുതാത്തവരായി ആരും കാണില്ല, അല്ലേ? ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർക്കായിരിക്കാം, അല്ലെങ്കിൽ ദൂരെയുള്ള ബന്ധുക്കൾക്കായിരിക്കാം. അപ്പോൾ ഈ ലേഖന ദിനത്തിൽ ആ പഴയ ഓർമ്മകളിലേക്ക് ഒന്നുകൂടി തിരിച്ചുപോയാലോ? ഒരുപക്ഷെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു മറുപടി കുറിക്കാൻ തോന്നിയാലോ? ആലോചിച്ചു നോക്കൂ.